നമ്മളെ മൂക്കിൻ്റെ നാളത്തിൽ ഒന്ന് തണുപ്പ് ഒന്ന് ചൂടാണ് ശരനൂൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശ്വാസഗതിയെ കൺട്രോൾ ചെയ്ത് ഒരു കുട്ടി കൃഷ്ണനുമായിട്ട് ദേവലോകത്ത് ക്രിക്കറ്റ് കളിച്ചു എന്നൊരു കൺസെപ്റ്റ് വരെ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ടുള്ളത് തന്നെയാണ്. ശരനൂൽ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വരുന്ന മഴയെ നമുക്ക് ഗതി മാറ്റി വിടാൻ പറ്റും. പറഞ്ഞാൽ പലർക്കും അറിയാം, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതായത് പ്രാണായാമവും മെഡിറ്റേഷനും. അതായത് സാറിപ്പോൾ ഇവിടെ ഒരുപാട് പേര് പ്രാണായാമം എന്നുള്ള രീതിയിൽ പല പല ടെക്നിക്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പ്രാണായാമങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നല്ല ഗുരുവിൽ നിന്നും സ്വായത്തമാക്കേണ്ടതാണ്. ഈ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് അത് മിക്സ് മേർജ് ചെയ്ത് ഉപയോഗിക്കുന്ന മെക്കാനിസവും ഇന്ന് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഈ പ്രാണായാമം ഒരു പരിധിവരെ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖങ്ങളും വരില്ല, നമ്മുടെ ലൈഫ് സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സാർ ഒന്ന് വിശദീകരിക്കാമോ? അതായത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം നമ്മളറിയാതെ ഒരുപാട് നേരം നമ്മളിങ്ങനെ ശ്വസിക്കുന്നുണ്ട്. അതെ, അത് നമ്മളത് വേണ്ടതാണ്. പക്ഷേ നമ്മൾ ഒരു സമയത്ത് ഒരു നേരത്ത് നമ്മൾ അതിനെ നിയന്ത്രിച്ചിട്ട് നമ്മൾ അണ്ടർ കൺട്രോളിലാക്കുകയാണ് ഈ പ്രാണായാമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ മൂക്കുണ്ട്, നമ്മളെ മൂക്കിൽ ഈ രണ്ട് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് സംബന്ധമായിട്ട് സാറ് കേട്ടിട്ടുണ്ടാവും. നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് വയറുണ്ടാവും. അതായത് രണ്ട് വയറിലാണ്, രണ്ട് രീതിയിലാണല്ലോ എന്ന് പറഞ്ഞ മാതിരി നമ്മളെ മൂക്കിൻ്റെ നാളത്തിൽ ഒന്ന് തണുപ്പ് ഒന്ന് ചൂടാണ് ശരനൂൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശ്വാസഗതിയെ കൺട്രോൾ ചെയ്ത് നമ്മൾ ആ രീതിയിൽ അവലംബിക്കുന്നതാണ് ശരിക്കും പ്രാണായാമം എന്ന് പറയുന്നത്. അത് ഈ പ്രാണായാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസഗതി നമ്മൾ നെഗറ്റീവ്, അതായത് നമ്മൾ ചൂടുള്ള, ഇപ്പോൾ ഇതിലൊരു പ്രത്യേകത സാറിന് വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഈ ടി വിയിലൊക്കെ ഷോ കാണണ്ടല്ലോ, ഓരോ സ്റ്റാർ സിംഗർ അങ്ങനെ പാട്ടുകൾ, ഇവർക്ക് വളരെയേറെ ഒരു പ്രധാന ഘടകമാണിത്. ഒരു കളിക്കാർക്ക്, ഇപ്പോൾ ഒരു കളി കളിക്കുന്നവർക്ക് വിജയത്തിന് വേണ്ടി ഇവരിത് പ്രാണായാമം ചെയ്യുന്നുണ്ട്. പിന്നെ യോഗാസനം ചെയ്യുന്നവരോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ആദ്യം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് യോഗാസനം പഠിക്കുന്നതിന് മുമ്പേ. പക്ഷേ ഇങ്ങനെ പല രീതിയിലുള്ള നമ്മളെ മത്സര വേദികളിൽ ഇവരിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ അവർ ഇത് പഠിപ്പിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ ശ്വാസത്തിൻ്റെ കൺട്രോൾ കിട്ടണം പാട്ടിൽ, അപ്പോഴാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേക പവർ എന്ന് പറയാൻ ഒരു അമാനുഷികമായിട്ട് നമുക്കൊരു പവർ വരുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ അമാനുഷിക പവർ തന്നെയാണ്. കാരണം ഈ ശരനൂൽ എന്ന് പറയുന്ന ശാസ്ത്രം സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് കൈമാറിയതാണ്. അതെ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. ഉണ്ട്. അപ്പോൾ അതിലൊരു പ്രത്യേകത നമുക്ക് ഓരോ ദിവസത്തെ, ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഓരോ ദിവസത്തെ ഫലം അറിയാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ ഒരു ശരനൂലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നേരം നമ്മൾ ഇറങ്ങി അത് നടക്കില്ലെന്ന് അറിയാൻ കഴിയും, നമുക്കൊരു നിയോഗം കിട്ടും. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മാനസികമായിട്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാകുകയില്ല, രോഗങ്ങൾ കുറയും. പിന്നെ ഈ പ്രാണായാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കൂടെ മെഡിറ്റേഷൻ കൂടി വരണം. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം രണ്ടെണ്ണം ഉണ്ട്, രണ്ട് രീതിയിൽ. ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവതയായിട്ട് അതായത് ദേവതേനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവത നമുക്ക് പറഞ്ഞു തരുന്നൊരു മെഡിറ്റേഷൻ ഉണ്ട്, അത് വേറെ തലാണ്. അതൊന്നും സാധാരണക്കാരൻ മനസ്സിലാവില്ല, ഒരു തരം. രണ്ടാമത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ ഏകാഗ്രതയാക്കുകയാണ്. അതായത് 1,00,000 ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും ആ മനസ്സിന് സമാധാന സ്വസ്ഥത കിട്ടൂല. അപ്പോൾ അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ മനസ്സിനോട് പറയുന്ന മനസ്സനുസരിക്കണം. പല ആൾക്കാരും ഈ വിഷയം എന്താ വെച്ചാൽ മനസ്സ് നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിക്കുകയും, ശരി, മനസ്സിനോട് നമ്മൾ പറയണം അരുത്, അങ്ങനെ പാടില്ല എന്ന് നമ്മൾ മനസ്സിനോട് പറയണം. അപ്പം മനസ്സതനുസരിക്കണം. അപ്പം മനസ്സ് പറയാ എനിക്കത് വേണം, അത് എടുത്തുണ്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇന്നിപ്പോൾ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് ബോഡി ഇടിക്കുകയാണ്, മനസ്സ് പറയുന്ന കേട്ടിട്ട്. അതോടെ ആൾ നശിക്കുകയാണ്. നിറച്ച് മനസ്സിനോട് നമ്മൾ പറയണം, അത് മെഡിറ്റേഷൻ വേണം. അതാണ് ഒരു വിഷയം. പിന്നെ മെഡിറ്റേഷനിൽ വേറൊരു കാര്യം കൊണ്ട് സാറേ, ഇതൊരു രഹസ്യമാണ്. മെഡിറ്റേഷനിൽ ഇപ്പം ഞാനും സാറും തമ്മിൽ നല്ല ഉടക്കാണ് വിചാരിച്ചോളൂ. ഈ സാറ് ഞാൻ നന്നാകാൻ ഈ മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. ശരിയാ. അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഈ മെഡിറ്റേഷനിലൂടെ സാറിൻ്റെ അടുത്ത് വന്ന് ഞാൻ മാപ്പ് പറയാം, ശരി, ക്ഷമ പറയാം, ഇതൊരു വേറെയാണ്. അപ്പോൾ ഇത് അഫർമേഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്.
അതാണ് ഇതിന്റെ പ്രത്യേകത. അത് ഈ പറയുന്ന SMS മെഡിറ്റേഷൻ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ തസ്മൈ ഗുരുജിയുടെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ദേവലോകത്ത് പോവാം എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ആരെയാണോ ഉപാസിക്കുന്നത് പ്രോപ്പറായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇടയ്ക്ക് വളരെ ഫെമിലിയർ ആയിട്ട് ഒരു കുട്ടി കൃഷ്ണനുമായിട്ട് ദേവലോകത്ത് ക്രിക്കറ്റ് കളിച്ചു എന്നൊരു കൺസെപ്റ്റ് വരെയും വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് സാറേ ഇത് ഈ എതിർക്കുന്നവർക്ക് ഇതൊക്കെ എതിർക്കാം. അതൊക്കെ വേറെ വിഷയം. നമ്മളിപ്പോൾ പറയുന്നതൊക്കെ ഇത് എന്തൊക്കെയോ ഇയാൾ പറയാന്നേ പറയുള്ളൂ. പക്ഷെ ഇതിന്റെ തലത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ആ ഒരു അറിയാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് എന്താ സംഭവിച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഈ പ്രാണായാമം ഈ ധ്യാനം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്തൊരു അപകടം വന്നു, അപ്പം നമ്മൾ ഞെട്ടും. നിറച്ച് പാലക്കാടോ കാസർഗോഡോ ഒരു അപകടം നമ്മൾ ഞെട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിറച്ച് ഇത് നമുക്ക് നമ്മളെ അയൽവക്കത്ത് വന്നാൽ നമുക്ക് പ്രശ്നമല്ല. നമ്മളെ ഫാമിലിയിൽ ഒരു വലിയൊരു ഇഷ്യൂ വന്നു, അല്ലെ നമ്മൾ കൂടെ ഉള്ള ആൾ ആരെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മരണമാണ്, അപ്പോൾ ഇയാൾക്ക് ഒരു വിഷയം വരില്ല. കാരണം വെച്ചാൽ ഇയാളത് അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട ആളാണ്, ഈ ഭൂമിയിൽ വന്നിട്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു ജ്ഞാനം ഇതിൽ കൂടെ ഉണ്ടാവും. ജ്ഞാനം ഉണ്ടാകാൻ ഏറ്റവും നല്ലത് പ്രാണായാമമാണ്. നമുക്ക് അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ബുദ്ധി വികാസം വരും, നമുക്ക് ജ്ഞാനേന്ദ്രിയം വളരെ ഇതായി വരും. അങ്ങനെയൊക്കെയുള്ളൊരു ഗുണങ്ങളുണ്ട്. പിന്നെ പ്രാണായാമത്തിൻ്റെ ഗുണം മറ്റൊന്നും കൂടി ഉണ്ട് സാറേ. ഈ മനുഷ്യ ശരീരത്തിൽ 7 ചക്ര എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ ചക്രാസിൽ മൊത്തത്തിൽ അതിൻ്റെ തടസ്സം മാറും. മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ളൊരു നമ്മൾ ഇതുണ്ടല്ലോ, ആ ചക്രത്തിൽ നമുക്ക് ദോഷമില്ല കഴിഞ്ഞാൽ നമുക്ക് പവർഫുള്ളായി ദൈവികമായിട്ടും മറ്റുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഇതാവും. പിന്നെ നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഗുണം വെച്ചാൽ പ്രാണായാമം ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഇടപെട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അയാൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കില്ല. ദൃഢനിശ്ചയപ്രകാരം അയാൾ പോകും. മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാവില്ല. കാരണം അയാൾക്ക് ഫുൾ പവർഫുള്ളായിരിക്കും. അതതിൻ്റെ പ്രത്യേകത. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഏറ്റവും നല്ല സംഭവം. അതാണ് സംഗതി. സാർ ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റാണ്. അതായത് ഈ പറയുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് പാറ്റേൺ, ബ്രീത്തിങ് എക്സസൈസ് അതാണ്. അപ്പോൾ അതിലിപ്പോൾ സാറ് പറഞ്ഞു എടാ പിങ്കള നാഡികളിൽ കൂടെ വരുന്ന ശ്വാസം ചിലപ്പോൾ നമ്മളിപ്പോൾ കൈവച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഏതെങ്കിലും ഒരു മൂക്കിൽ നിന്നായിരിക്കും നമുക്ക് ശ്വാസം വരും അല്ലേ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യമായിട്ട് പോകുന്ന സമയത്ത് അത് 100% നടക്കുമെന്ന് പോകുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് 100% സത്യം. അത് യോഗികളാണ് അധികം ചെയ്യുന്നത്, അല്ലാണ്ട് സാധാരണക്കാരൊന്നും അത് കഴിയില്ല, അറിയില്ല. അതാണ്. ഇപ്പൊ യോഗികൾ മാത്രമല്ല, ഇപ്പൊ അത്യാവശ്യം നിൽക്കുന്ന സെലിബ്രിറ്റീസ്, അത്യാവശ്യം പവർഫുൾ ലീഡർഷിപ്പ് നിൽക്കുന്നവർ പലരും ഈ ശരണൂരിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വിരളമാണ്. അത് മാത്രമാണ് ഉള്ളത്. അതായത് ഈ പ്രാണായാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഇത് ചെയ്യാന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില ആൾക്കാർ 1 ദിവസം 2 ദിവസം 3 ദിവസം ചെയ്തിട്ട് ഇതിലൊരു കാര്യം കിട്ടുന്നില്ലല്ലോ, ഇതുകൊണ്ടൊരു ഗുണമില്ല, ഇത് മതി എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ വിഡിത്തരാണ്. നമ്മളിത് സ്ഥിരമായി ചെയ്യുന്തോറും നമുക്കിങ്ങനെ ക്ലിയറായി കൊണ്ടിരിക്കും. എന്ത് കാര്യം നമ്മൾ നിരന്തരമായി ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. പലരും തരാൻ എന്താ പറയുക, ആദ്യമൊക്കെ ഇതൊന്ന് കേട്ട് ഒരു 3 ദിവസം ചെയ്ത് നോക്കും, അതാണ് വിഷയം. പിന്നെ ഇവരെ ടൈം തെറ്റി, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലേ, ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ വലിയൊരു അപകടമാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പീക്ക് സംഭവം സാറ് പറഞ്ഞതുപോലെ, ഇപ്പം നമ്മളിപ്പോൾ ശരണൂര് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വരുന്ന മഴയെ നമുക്ക് ഗതി മാറ്റി വിടാൻ പറ്റും. അത് പറഞ്ഞാൽ പലർക്കും അറിയാം, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതായത് പ്രകൃതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊരു സംഭവം ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ചെയ്യാം. നമ്മുടെ സ്വന്തം സക്സസിന് വേണ്ടി പ്രകൃതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നാലും ഈ പറയുന്ന പ്രാണായാമം അല്ലെങ്കിൽ ശരണൂൽ തികച്ചും എന്താ പറയുക, ഒരു അത്ഭുതാവഹമായ ഒരു സംഭവം തന്നെയാണ്. പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ അസുഖങ്ങളൊന്നും വരാതെ അവരുടെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ്. നന്ദി, നമസ്കാരം.